അപ്പോൾ ഇവിടെ ഒരു വരുന്നതിന് മുന്നേ ഇപ്പോൾ IBS എന്ന് പറയുന്ന ഒരു അസുഖമായിട്ട് ബുദ്ധിമുട്ടുമായിരുന്നല്ലോ. എന്തായിരുന്നു അപ്പോൾ അതിനെയും കൊണ്ട് ഇതുവരെ അനുഭവിച്ച ഒരു കാര്യവും അതിന് ചെയ്യാൻ ശ്രമിച്ച സൊല്യൂഷൻസും പിന്നെ അതിനെങ്ങനെയാണ് ഒരു സൊല്യൂഷൻ കിട്ടിയത്? സോ IBS എന്ന് പറയുന്ന ഒരു പ്രോബ്ലം എനിക്ക് വളരെ ചെറുപ്പത്തിൽ തൊട്ടുണ്ടായിരുന്നൊരു ഇഷ്യൂ ആയിരുന്നു. വളരെയധികം കാലങ്ങളായിട്ട് എൻ്റെ ലൈഫിനെ വളരെയധികം ബാധിച്ചിരുന്നൊരു പ്രോബ്ലമായിരുന്നു. ഇവൻ സ്റ്റഡീസിനായാലും വർക്കിലായാലും ഒരുപാടധികം ഡോക്ടർമാരെ കണ്ടിരുന്നു. അപ്പോൾ അവരതൊരു IBS എന്നൊരു ഡിസോർഡറിനോ അല്ലെങ്കിൽ ഒരു രോഗത്തിനോ ഒരു പ്രോപ്പർ സൊല്യൂഷൻ ഇല്ല എന്നാണ് പറയുന്നത്. അതൊരു മൈൻഡ് റിലേറ്റഡ് തിങ് ആണെന്ന് പറയും, അല്ലെങ്കിൽ ഒരു ആൻസൈറ്റിയോ അതോ ഡിപ്രഷനോ അങ്ങനെയുള്ള ഒരു കാരണങ്ങൾ കൊണ്ടാണ് വരുന്നത് എന്നാണ് എല്ലാ ഡോക്ടർമാരും പറയാറ്. പക്ഷേ അവരൊരു പ്രോപ്പർ സൊല്യൂഷൻ എനിക്ക് തന്ന് അതിനെ ഫിക്സ് ചെയ്യാൻ അവർക്ക് ഇതുവരെ സാധിച്ചിട്ടില്ലായിരുന്നു. അങ്ങനെ ഇരിക്കുമ്പോൾ ഞാൻ ഒരു ന്യൂസിലൻഡിൽ ആയിരുന്നു ഞാൻ പഠിച്ചതും ജോലി ചെയ്തിരുന്നതും. അവിടെയും ഒരുപാട് ഡോക്ടർമാരെ കണ്ട് ഇതിനൊരു സൊല്യൂഷന് വേണ്ടി ഞാൻ നടന്നിരുന്നു. ഒരുപാടധികം റിസർച്ചുകൾ ചെയ്തായിരുന്നു. ഒരുപാട് യൂട്യൂബിലും ഒരുപാട് പുസ്തകങ്ങളും വായിച്ച് അതിൽ നിന്ന് സൊല്യൂഷൻ കണ്ടെത്താൻ നോക്കിയിരുന്നു. പക്ഷെ എവിടെയും എനിക്ക് അത് ഫൈൻഡ് ചെയ്യാൻ പറ്റിയില്ല. അങ്ങനെ ഇരിക്കുമ്പോൾ നാട്ടിൽ വന്നപ്പോഴാണ് ആയുർഗ്രാമിനെ പറ്റി അറിയുന്നത്. അങ്ങനെ ഇവിടെ വന്നു. ഇവിടെ വരുമ്പോഴും എനിക്ക് പൂർണ്ണമായൊരു വിശ്വാസം ഉണ്ടായിരുന്നില്ല എനിക്കത് സോൾവ് ചെയ്യാൻ പറ്റുമെന്നും. കാരണം എനിക്ക് പിൻകാലത്ത് എനിക്ക് ഡോക്ടർമാരിൽ നിന്ന് കിട്ടിയൊരു എക്സ്പീരിയൻസ് അത്ര ഒരു നല്ല എക്സ്പീരിയൻസ് ആയിരുന്നില്ല. അപ്പോൾ എനിക്കിതിൽ നിന്ന് ഒരു സൊല്യൂഷൻ കിട്ടുമെന്ന് വിചാരിച്ചിട്ടല്ല ഇവിടെ വന്നത്. പക്ഷേ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായി 2 വീക്സ് ഡോക്ടർ നിൽക്കാൻ പറഞ്ഞു. ആദ്യത്തെ 1 വീക്ക് വരെയും ഞാൻ ആ ഒരു ഇത് കണ്ടില്ല. പിന്നെ സെക്കൻഡ് വീക്ക് തൊട്ട് ഒരു സഡൻ ചേഞ്ച് സംഭവിക്കുന്നത് കണ്ടു. അത് യോഗയും മറ്റ് മെഡിറ്റേഷനും ഭക്ഷണ ക്രമീകരണങ്ങൾ കൊണ്ടൊക്കെ ഒരു സ്ലോ ചേഞ്ച് വന്നു. പിന്നെ സെക്കൻഡ് വീക്ക് ആയപ്പോഴേക്കും ഒരു സഡൻ ചേഞ്ചിലേക്ക് അത് കുതിക്കുകയായിരുന്നു. പെട്ടെന്ന് തന്നെ എൻ്റെ ഒരു മെഡിറ്റേഷനിലൂടെ എൻ്റെ ഒരു പ്രോബ്ലം ഫിക്സ് ആവായിരുന്നു. പിന്നെ ഞാൻ ഡോക്ടറിൽ നിന്ന് അറിയുന്നുണ്ടായിരുന്നു അത് ഒരു ഭയത്തിൽ നിന്നുണ്ടാകുന്ന ഒരു പ്രോബ്ലമാണ് ഈ IBS എന്നുള്ളത്. ഭയത്തിൽ തന്നെ ഇരുന്ന് ചിന്തിച്ചുകൊണ്ട് എനിക്ക് ഭയം എന്താണെന്ന് എനിക്ക് സ്വയം മനസ്സിലാക്കാൻ പറ്റാതിരിക്കുകയായിരുന്നു. അത് ഡോക്ടറിൽ നിന്ന് എനിക്കത് മനസ്സിലായി. ഇതൊരു ഭയം കൊണ്ടുണ്ടാകുന്ന ഒരു പ്രോബ്ലമാണെന്ന് മനസ്സിലാവുകയും അതിൽ തന്നെ മെഡിറ്റേറ്റ് ചെയ്തും അത് ഒരു പെർമനൻറ്റ് സ്റ്റോപ്പിംഗ് തന്നെയായിരുന്നു. ആ ഒരു ഇറിറ്റേഷൻ അത് കംപ്ലീറ്റ്ലി സ്റ്റോപ്പ് ആവുകയായിരുന്നു. പിന്നീട് ഞാൻ പല ഭയങ്ങളെയും ഞാൻ പിൻകാലത്തുണ്ടായ ഭയങ്ങളെ പറ്റി ചിന്തിക്കുമ്പോൾ അത് വരുമോ എന്ന് ഞാൻ വീണ്ടും ഞാനൊന്ന് ട്രൈ ചെയ്ത് നോക്കി. പക്ഷേ അത് പിന്നീടത് എനിക്കത് വരുന്നില്ല. ആക്ച്വലി അത് കംപ്ലീറ്റ്ലി ആ പ്രോബ്ലം സോൾവ് ആയി എന്ന് തന്നെ പറയാം. വളരെ നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. ഡോക്ടറോട് എനിക്ക് വളരെയധികം നന്ദിയുണ്ട് ഇത് സോൾവ് ചെയ്യാൻ സാധിച്ചതിൽ. ഇനി എൻ്റെ മുന്നോട്ടുള്ള ലൈഫ് ഞാൻ വിശ്വസിക്കുന്നത് ഒരു വളരെയധികം നല്ലൊരു സക്സസ്ഫുൾ ലൈഫ് എനിക്ക് നേടാൻ സാധിക്കുമെന്ന് തന്നെ എനിക്ക് തോന്നുന്നുണ്ട്. ആ കോൺഫിഡൻസ് തന്നതും ഡോക്ടറാണ്.